Next question. Next question എന്ന് പറയുന്നത് the Nobel Prize is the greatest laurel in the academic world and is every scientist dream. But is it administered fairly? അപ്പോൾ നോബൽ പ്രൈസ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഹോണററി ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നൊബൽ പ്രൈസാണ്. അപ്പം അതിൻ്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ അവർ ലീഗലി അല്ലെങ്കിൽ ഫെയർലി അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും നീതിപരമായിട്ടാണോ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്? അപ്പം അദ്ദേഹം പറയുകയുണ്ടായി, നമ്മൾ നോട്ട് ഫോളോ ചെയ്യാം, നമുക്കതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം. ഹി സെഡ് നോ. അദ്ദേഹം പറഞ്ഞു അല്ല. ദേ കുഡ് ഹൗ നോമിനേറ്റഡ് മീ ഫോർ ദിസ് പ്രൈസ് ഫോർ മൈ PhD തീസിസ് 1957. അദ്ദേഹം 1957 PhD ചെയ്യുന്നത്, എൻ്റെ അമ്മേ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് അപ്പം അദ്ദേഹം പറയാണ് ഒരിക്കലും അല്ല, അവർ ഫെയർലി ആയിട്ടല്ല ചെയ്യുന്നത്, നൊബേൽ പ്രൈസ് കൊടുക്കുന്നത് അങ്ങനെയല്ല, അതിലും വിവേചനവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അദ്ദേഹം പറഞ്ഞ് എൻ്റെ PhD തീസിസിനാണ് നോമിനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അതിനാണ് നൊബേൽ പ്രൈസ് തരുന്നതെങ്കിൽ അതായിരുന്നു തരേണ്ടിയിരുന്നത് അറ്റ്ലീസ്റ്റ്. അപ്പം ഇദ്ദേഹം നോബൽ പ്രൈസിന് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള ആളാണെന്ന് നമ്മൾ പഠിക്കേണ്ടായി. അറ്റ്ലീസ്റ്റ് ദേ കുഡ് ഹാവ് ഗീവൺ മീ ദ സെയിം ആഫ്റ്റർ 10 years. അപ്പം ഒന്നും അല്ലെങ്കിലും അവരെൻ്റെ PhD തീസിസിന് തന്നില്ലെങ്കിൽ പോട്ടെ, അത് കഴിഞ്ഞുള്ള 10 വർഷത്തിന് ശേഷം കണ്ടെത്തിയ കാര്യത്തിന് പോലും അവർ തന്നില്ല. ബട്ട് ദേ ഡിൻറ്റ്. ഇൻസ്റ്റഡ് ദേ ഗേവ് ഇറ്റ് ടു someone who did something on top of what I did by passing the groundwork done by me. അപ്പം അവർ കൊടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഐഡിയ വെച്ചിട്ട് ഒരു മനുഷ്യൻ ചെയ്തു, അല്ലെങ്കിൽ കുറേ പേര് ഇലാബറേറ്റ് ചെയ്ത സാധനത്തിനാണ് അവർ അവാർഡ് കൊടുത്തത്. പക്ഷേ ആ ഐഡിയ ഉത്ഭവിച്ച എൻ്റെ പേര് അവിടെ, അല്ലെങ്കിൽ എനിക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചുമില്ല. പക്ഷെ എൻ്റെ ഐഡിയ വെച്ച് ചെയ്ത എല്ലാവരും അവർ പോയി ട്രോഫി മേടിച്ചുകൊണ്ട് വരികയും ചെയ്തു, അല്ലെങ്കിൽ നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി അവർക്ക്. എനിക്ക് കിട്ടിയിട്ടില്ല. ഗ്രൗണ്ട് വർക്ക് ചെയ്ത എനിക്ക് കിട്ടിയിട്ടില്ല. ദേ ഗേവ് ഹിസ് പ്രൈസ് ടു ഗ്ലൗബർ, ഗ്ലാസ്ഗോ, സാലം ആൻഡ് വിൻസ്ബർഗ് ഡിഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു വാട്ട് സുദർശൻ ഡിഡ്. അപ്പം സുദർശൻ എന്താണോ ചെയ്തു തുടങ്ങിയത് അല്ലെങ്കിൽ ചെയ്തു വെച്ച കണ്ടുപിടുത്തം, അതിന് എക്സ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഇവരെല്ലാം ചെയ്തത്. ഇവർക്കെല്ലാവർക്കും നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. വിതൗട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദേ കുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ്. ഞാനത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർക്കത് അത് ചെയ്യത്തുമില്ല, അവർക്കത് ലഭിക്കുകയുമില്ലായിരുന്നു. ലേറ്റർ ഹി റിസീവ്ഡ് ദ ഡിറാക് മെഡൽ, ദാറ്റ് ടു ഓൺ ദി 10th year ഓഫ് ഇറ്റ്. എനിക്ക് ഡിറാക് മെഡൽ ലഭിച്ചത് ഞാൻ ആ കണ്ടുപിടിച്ചതിൻ്റെ 10th വർഷത്തിന് 10 വർഷം കഴിഞ്ഞിട്ടാണ് ലഭിച്ചത്. ഡിറാക് മെഡൽ പോലും. ഡിറാക് ആണ് ഇദ്ദേഹത്തിന് നേരത്തെ അവർ പരിചയം ഉണ്ടായിരുന്നു. 6 മാസം ഡിറാക്ക് വന്ന് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കൊണ്ട് പരിചയപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഡിറാക്ക് അത്രയും വലിയ നോട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് സയൻസിൽ. ബട്ട് ഹി സേസ് ദാറ്റ് ഹിസ് ലൈഫ് ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ നൊബേൽ പ്രൈസ്. ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സുദർശൻ പറയാണ്, എൻ്റെ ജീവിതം ഒരിക്കലും ഞാൻ നൊബേൽ പ്രൈസിന് വേണ്ടിയല്ല മാറ്റി വെച്ചിരിക്കുന്നത്, അത് ഫിസിക്സിന് വേണ്ടിയാണ് അല്ലെങ്കിൽ സയൻസിന് വേണ്ടിയാണ്. ഒരിക്കലും നൊബേൽ പ്രൈസ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘടകമേ അല്ല എന്ന് പറയുകയാണ്. റിക്കലക്ഷൻസ് ഓൺ IISc and IMSc. IISc എന്താണെന്ന് വെച്ചാൽ യു ഹാവ് റിമൈൻഡ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു ഹാവ് റിമൈൻഡ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ത്രൂ ഔട്ട് യുവർ ലോങ് പ്രൊഫഷണൽ കരിയർ ഇൻ ദി USA. യു ഹാവ് റിസീവ്ഡ് ദ പത്മഭൂഷൺ ഫ്രം ഇന്ത്യ. അപ്പോൾ പത്മഭൂഷൺ ലഭിക്കുകയുണ്ടായി ഇന്ത്യയിൽ. യു ഫൗണ്ടഡ് ദ സെൻറ്റർ ഫോർ തിയററ്റിക്കൽ സ്റ്റഡീസ് അറ്റ് IISc ബാംഗ്ലൂർ. അപ്പോൾ അദ്ദേഹമാണ് IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആയിരിക്കണം ബാംഗ്ലൂരിലെ. അവിടെ അദ്ദേഹം സെൻറ്റർ ഫോർ തിയററ്റിക്കൽ സ്റ്റഡീസ്, അദ്ദേഹമാണ് അതിൻ്റെ ഫൗണ്ടർ. ആൻഡ് ലേറ്റർ ബിക്കം, അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് ചെന്നൈ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് ചെന്നൈയിലെ ഡയറക്ടറായി മാറുകയും ചെയ്തു അദ്ദേഹം. അപ്പം വാട്ട് ഈസ് യുവർ റിക്കലക്ഷൻസ് ഓഫ് ദീസ് എഫേർട്സ്? അപ്പം ഇതിൻ്റെയൊക്കെ പ്രയത്നം എന്തുമാത്രമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ തുടങ്ങിയതിൽ. അന്നത്തെ കാലത്താണെന്ന് ഓർക്കണം, 1951-60s ടൈമിലാണ് ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ഇതിൻ്റെ എല്ലാം എഫേർട്ട് എന്തുമാത്രം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. When Sudarshan took over IMSc, its budget was 3 crores. അപ്പം ഞാനത്
എടുക്കുന്ന സമയത്ത് ആ ഒരു ഇത് കോഴ്സ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 3 കോടിയായിരുന്നു. ബൈ ദ ടൈം ഹി ഹാൻഡഡ് ഇറ്റ് ഓവർ ആഫ്റ്റർ 5 ഇയേഴ്സ് ഇറ്റ് വാസ് 30 ക്രോർസ്. അതിന് ശേഷം 5 വർഷത്തിന് ശേഷം അദ്ദേഹം തുടങ്ങി വെച്ച ആ കാര്യത്തിന് ഇതിന് 30 കോടിയാണ് പിന്നീട് ലഭിച്ചത്. എ ലോട്ട് വെന്റ് ഇൻ ടു ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലൈബ്രറി റിനോവേഷൻ. അപ്പം 30 കോടി ഗവൺമെൻറ് അനുവദിക്കുകയുണ്ടായി. അതിൽ കൂടുതലായിട്ട് അദ്ദേഹം ചെയ്തത് ലൈബ്രറി ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങൾക്കാണ്. ഇറ്റ് വാസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ദ അക്കാഡമിക് സാലറി വാസ് റേസ്ഡ്. അപ്പോൾ സുദർശൻ്റെ ആ ടൈമിലാണ് സുദർശൻ ആൻഡ് ടീം ദെൻ സെറ്റപ്പ് ദി സെൻറ്റർ ഫോർ തിയററ്റിക്കൽ സ്റ്റഡീസ് ഇൻ IISc. ഇറ്റ്സ് മാൻഡേറ്റ് വാസ് ടു ക്യാരി ഔട്ട് റിസർച്ച് അപ്ലൈയിങ് ബോത്ത് മാത്സ് ടു ബോത്ത് അപ്ലൈഡ് ആൻഡ് ബേസിക് സയൻസ്. അപ്പോൾ ആ ഒരു സമയത്താണ് അദ്ദേഹം അക്കാഡമിക് സ്റ്റാഫിൽ അവിടെ പണിയെടുക്കുന്ന ആൾക്കാരുടെ സാലറിയും അദ്ദേഹം കൂട്ടുകയുണ്ടായി ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ. അതുപോലെ തന്നെ സെൻറ്റർ ഫോർ തിയററ്റിക്കൽ സ്റ്റഡീസ് അവിടെ തുടങ്ങുകയുണ്ടായി. ആൻഡ് ഇറ്റ്സ് മാൻഡേറ്റ് വാസ് ടു ക്യാരി ഔട്ട് റിസർച്ച് അപ്ലൈയിങ് മാത്സ് ടു ബോത്ത് അപ്ലൈഡ് ആൻഡ് ബേസിക് സയൻസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, തിയററ്റിക്കൽ സ്റ്റഡീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്ലൈഡ് സയൻസിൽ ബോത്ത് മാത്തമാറ്റിക്സും ഇൻവോൾവ് ആവുന്നുണ്ട് ആ ഒരു സബ്ജക്റ്റിൽ, ആ ഒരു കോഴ്സ് ഓഫ് സ്ട്രീമിൽ. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇത് വലിയ അർത്ഥമുള്ളൊരു ചോദ്യമല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, പോയി പറഞ്ഞാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കുകയുണ്ടായി. അത് ഒരെണ്ണം ഏതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എക്സ്പീരിയൻസ് ഇൻ റോച്ചസ്റ്റർ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നൊരു കാര്യമാണ്. പിന്നീട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറയുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ്റെ തിയറിക്ക് എതിരായിട്ടുള്ളൊരു തകിടം മറിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ടക്കിയോൺസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾസിൻ്റെ, അതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വൺസ് യു നെയിം വാസ് സിനോണിമസ് വിത്ത് ടക്കിയോൺസ്, നൗ വി ഡോണ്ട് ഹിയർ മച്ച് അബൌട്ട് ഇറ്റ്. കുഡ് യു റിഫ്ലക്ട് ഓൺ ടക്കിയോൺസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ ചോദിക്കുകയാണ്, ഒരു സമയത്ത് നിങ്ങളെ വിളിച്ചിരുന്നത് തന്നെ ടക്കിയോൺസ് എന്നാണ്, പക്ഷെ ഇപ്പം അതിനെക്കുറിച്ച് കേൾക്കാനില്ല. എന്താണ് നിങ്ങളുടെ അതിനെപ്പറ്റി സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്? ഫസ്റ്റ് സുദർശൻ, നിങ്ങൾ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നതിനേക്കാളും ഞാൻ തന്ന നോട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് സുദർശൻ ഡിനൈസ് ദാറ്റ് നത്തിങ് ഈസ് ബീങ് ഹേർഡ് അബൌട്ട് ടക്കിയോൺസ്. ഇപ്പോഴും കേൾക്കുന്നില്ല എന്നുള്ളൂ, പക്ഷെ ഈവൻ നൗ ടക്കിയോൺസ് ആർ റിലവൻറ്റ്. ഇപ്പോഴും ടക്കിയോൺസ് അതിന് പ്രാധാന്യമുണ്ട്. ഇറ്റ് വാസ് 2 years ago. അപ്പം 2 വർഷം മുന്നേ ഐ പ്രപ്പോസ് ദി എക്സിസ്റ്റൻസ് ഓഫ് സച്ച് പാർട്ടിക്കിൾസ് ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് എ ഗ്രേറ്റ് ഫൊറോർ. അപ്പം ഫൊറോർ ഞാൻ 2 വർഷം മുന്നെയാണ് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള ലോകത്തിന് മുമ്പിൽ എൻ്റെ ഒരു കണ്ടുപിടുത്തം ഞാൻ തുറന്നു വെക്കുന്നത്. ഇങ്ങനെ ടക്കിയോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസിനെ കുറിച്ച്, ഇങ്ങനെ ഒരു സാധനം നമ്മുടെ പ്രപഞ്ചത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സയൻറ്റിഫിക് ലോകത്തിനൊരു മുതൽക്കൂട്ടാണ് ഇങ്ങനെ ഒരു സാധനം എന്ന് പറയുന്നത്, ടക്കിയോൺസ് എന്ന് പറയും. അപ്പം ഞാനത് വളരെ ഗ്രേറ്റ് എഫ്രോർ എന്ന് വെച്ചാൽ വളരെ എക്സൈറ്റ്മെൻറ്റ് കൂടെ കണ്ടുപിടിച്ച, എൻ്റെ ജീവിതം മുഴുവനും മാറ്റി വെച്ച് കണ്ടുപിടിച്ച ഒരു ഐറ്റമാണ് എന്താണ് ടക്കിയോൺസ് എന്ന് പറയും. പീപ്പിൾ മിസ്അണ്ടർസ്റ്റുഡ് തിങ്സ്. ആൾക്കാരതിനെ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ ആൾക്കാരത് തെറ്റിദ്ധരിപ്പിച്ചു. യൂഷ്വലി ആസ് പെർ ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നതാണ് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം, അല്ലേ? E=mc², അതാണ് എനർജിയുടെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ അതെല്ലാം തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ് ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തം. അതാണ് ഇന്നുവരെ ലോകം കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. സയൻറ്റിഫിക് ലോകം കാണുന്നത് ഐൻസ്റ്റീൻ്റെ E=mc² ആണ്. അത്രയും അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിച്ചതും അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര, വായിച്ച് നമ്മളിപ്പോൾ ഒരു ബുക്സ് വായിച്ചാൽ അറിയാം. അദ്ദേഹം അത് ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്തപ്പോൾ ലോകം മുഴുവൻ ഞെട്ടുകയുണ്ടായിരുന്നു. അത്രയും ഇമ്പാക്റ്റ് ആ ഒരു തിയറിക്ക് ഉണ്ടായിരുന്നു, ഐൻസ്റ്റീൻ്റെ ആ ഒരു തിയറിക്ക്, E=mc² എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിനുണ്ടായിരുന്നു. ഇഫ് യു ഗീവ് മോർ ആൻഡ് മോർ എനർജി ടു എ പാർട്ടിക്കിൾ ഇറ്റ് ക്യാൻ മൂവ് ഫാസ്റ്റർ ബട്ട് ക്യാൻ നെവർ റീച്ച് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ അദ്ദേഹം ഐൻസ്റ്റീൻ പറഞ്ഞു വെക്കുന്ന ഇതാണ്, നമ്മൾ എന്തുമാത്രം ഒരു പാർട്ടിക്കിളിന്, ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ഒരു പാർട്ടിക്കിളിന് നമ്മൾ എനർജി കൊടുക്കുന്നു, അത്രയും തന്നെ അത് ഇറ്റ് മൂവ്സ് ഫാസ്റ്റർ, അത്രയും ഇമ്പാക്റ്റോടെ അത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അതിപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എനർജി എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു, ഇപ്പോൾ നമ്മൾ എന്താണ് പറയുക,
വടം വലിക്കുന്നവർ കണ്ടിട്ടില്ലേ? നമ്മൾ പുറകോട്ട് വലിക്കുകയാണ്. അപ്പം നമ്മൾ എന്തുമാത്രം എനർജി ബാക്കിലേക്ക് എടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഫോഴ്സിൽ നമ്മുടെ ആ ഒരു വടം പുറകോട്ട് വലിക്കുന്നത്. അപ്പം നമ്മൾ അത്രയും എനർജി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ വടം വലിക്കുന്ന വടത്തിലേക്ക് ഇമ്പാക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്ര എനർജി നമ്മുടെ ഫുള്ള് കൊടുക്കുമ്പോഴാണ് ഈ വടം നമ്മുടെ പുറകോട്ട് ബാക്കിലേക്ക് വലിഞ്ഞു വരുന്നത്. അപ്പം അത്രയും എനർജി നമ്മളൊരു പാർട്ടിക്കിളിലേക്ക് കൊടുക്കുമ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ റിലേറ്റിവിറ്റി തിയറി. നമ്മൾ എന്തുമാത്രം ഒരു പാർട്ടിക്കിളിന് എനർജി കൊടുക്കുന്നോ അത്രയും ഫാസ്റ്റായിട്ട് അതിന് മൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതിനൊരു വടത്തിനേക്കാളും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിൾ ചവിട്ടുകയെന്ന് വിചാരിച്ചു. അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. സൈക്കിൾ ചവിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കയറ്റത്തിലൊക്കെ നമ്മൾ നോർമലായിട്ടുള്ള വഴി കൂടെ പോകണമെങ്കിൽ പയ്യെ ചവിട്ടിയാൽ മതി. പക്ഷെ ഒരു കയറ്റമൊക്കെ ആകുമ്പം ആഞ്ഞ് ചവിട്ടേണ്ടി വരും. അപ്പം അത്രയും എനർജി നമ്മൾ അതിലേക്ക് ഇമ്പാക്റ്റ് കൊടുക്കുകയാണ്. ആ ഒരു പാർട്ടിക്കിളിലേക്ക്, സൈക്കിളിലേക്ക് ഇമ്പാക്റ്റ് കൊടുക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫാസ്റ്റായിട്ട് നമുക്കത് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ കയറ്റത്തിൽ നമുക്ക് മൂവ് ചെയ്യാൻ സൈക്കിൾ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു പാർട്ടിക്കിളിലേക്ക് നമ്മൾ എനർജി കൊടുക്കുമ്പോൾ അതിന് അത്രയും തന്നെ ഒരു പാർട്ടിക്കിളിലേക്ക് എനർജി കൊടുക്കുകയാണെങ്കിൽ അതിന് അത്രയും തന്നെ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്യാൻ നെവർ റീച്ച് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. പക്ഷേ അതിനൊരിക്കലും ലൈറ്റിന്റെ സ്പീഡിന്റെ അത്രയും എത്താൻ പറ്റത്തില്ല. അപ്പം ഇതുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ദ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്പീഡ് എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്പീഡുള്ളത് ലൈറ്റിനാണ്. ഇപ്പൊ സൺറൈസ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് വളരെ വളരെ വേഗതയോടെയാണ് ഈ സാധനം ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ സറൗണ്ടിങ്സിൽ കൂടെ. അപ്പം ബാക്കി എന്തിനേക്കാളും സ്പീഡ് ഈ ലൈറ്റിനുണ്ട്. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു വെക്കുന്നതും ഇതാണ്, ലൈറ്റാണ് ഏറ്റവും അൾട്ടിമേറ്റ് സ്പീഡ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ലൈറ്റിനൊപ്പം എത്തുന്ന ഒരു സാധനവും ഒരു പാർട്ടിക്കിളും ഈ ലോകത്തില്ല. നത്തിങ് ക്യാൻ മൂവ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്. സോ പീപ്പിൾ സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ആബ്സല്യൂട്ട് ബാരിയർ. അപ്പം ഐൻസ്റ്റീൻ പറഞ്ഞപ്പോൾ അത് അല്ലേ, അങ്ങനെ പറയാം. ഐൻസ്റ്റീൻ അവിടെ ഒരു അമേരിക്കൻ യൂറോപ്യൻ ആയിട്ടുള്ള ഒരാൾ കണ്ടുപിടിച്ച, അത്രയും മെനക്കെട്ടിരുന്ന് കണ്ടുപിടിച്ച സാധനമാണ് ഈ ഒരു തിയറി, റിലേറ്റിവിറ്റി തിയറി എന്ന് പറയും. അപ്പം അദ്ദേഹം അത് കണ്ടുപിടിച്ചപ്പം അത് ഭയങ്കര സംഭവമാണ്. അതിന് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. കാരണം ഐൻസ്റ്റീൻ്റെ തലച്ചോറ് ഇപ്പോഴും ആസിഡിലൊക്കെ എടുത്ത് വെച്ചിരിക്കുക. അപ്പം ഐൻസ്റ്റീനാണ് ലോകത്തിൽ തന്നെ മനുഷ്യവംശങ്ങളിൽ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ യൂസ് ചെയ്തിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഐൻസ്റ്റീനാണ്. എന്നുവെച്ചാൽ നമ്മളൊക്കെ ഏറ്റവും പുറകിൽ, IQ ലെവലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര കൂടുതലായിരുന്നു. ബാക്കിയുള്ള നോർമൽ മനുഷ്യന്റെ ഒരു ചിന്ത ഇതൊന്നും അല്ല അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തലച്ചോറ് ഇപ്പോഴും ആസിഡിൽ വെച്ചിരിക്കുകയാണ്. അത്രയും യൂസ് ചെയ്ത ബ്രെയിൻ അദ്ദേഹത്തിന്റെ. അപ്പം അതും അദ്ദേഹം 100%-ൽ എത്രയോ 0.2 0.4 എങ്ങാണ്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ അതിലും എല്ലാം പുറകില്ല. എന്തോ പൊടിക്ക് 0.000 സംതിങ് ഉണ്ടാവുള്ളൂ. അപ്പം ഐൻസ്റ്റീനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു പറഞ്ഞു വെച്ചിരിക്കുന്ന സാധനത്തിനെതിരെ ആൾക്കാർ, വേറെ സയന്റിസ്റ്റുകളൊന്നും അതൊന്നും പോയി ഇളക്കാൻ പോയില്ല. കാരണം അതൊരു പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഫിക്സഡ് സയൻസിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഐൻസ്റ്റീനാണ്, ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയാണ്. അതിനിപ്പോൾ ഇളക്കുക എന്ന് പറയുന്നത് യൂറോപ്യൻസ് സമ്മതിക്കത്തില്ല, അതുപോലെ തന്നെ സയന്റിഫിക് ലോകം തന്നെ സമ്മതിക്കത്തില്ല, വിശ്വസിക്കത്തില്ല. അപ്പൊ ഹിയർ ലൈസ് അവർ റിയൽ പ്രോബ്ലം. അപ്പം അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇത് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. അപ്പം ആ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നതെന്ന് വെച്ചാൽ എക്സാമിന് വരുന്നതാണ്. അപ്പോൾ ഹിയർ ലൈസ് അവർ റിയൽ, അത് അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. കാരണം പറഞ്ഞു വെച്ചൊരു കാര്യം നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തും. അപ്പോൾ ആൾക്കാർ മിസ്അണ്ടർസ്റ്റുഡ് തിങ്സ്, അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹം പറയും ഇവന് വട്ടാന്നൊക്കെ പറയും. ഇപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് പരന്നതാണെന്ന് പറയും. അപ്പം പരന്നതാണെന്ന് പറയുന്ന ആൾക്കാരെല്ലാം വട്ടന്മാരെന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കും. അതാണ് സൊസൈറ്റിയുടെ പ്രോബ്ലം. ചിലപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതിന് തെളിവൊക്കെ കണ്ട് പിടിച്ചിട്ട് ഭൂമി പരന്നതാണെന്ന് പറയുവാണെങ്കിൽ നമ്മളത് വിശ്വസിക്കേണ്ടി വരും. പണ്ട് ഇതുപോലെ ഒരു കാര്യമാണ്, ഇത് തന്നെ, നേരത്തെ പരന്നതായിരുന്നായിരുന്നു ഭൂമി കണക്കാക്കിയിരുന്നത്. പക്ഷെ ഗലീലിയോ വന്നിട്ട് അത് ഭൂമി ഉരുണ്ടതാണെന്ന് പറയണ്ടായി. അപ്പം ക്രിസ്ത്യൻ വംശത്തിൽ, ക്രിസ്ത്യൻ റിലീജിയൻ, ക്രിസ്തു മതത്തിലുള്ള ആൾക്കാരൊന്നും സമ്മതിച്ചില്ല ഗലീലിയോയ്ക്ക് വട്ടാണ്, അവനെ പോയി ജയിലിലിടാൻ, ഗലീലിയോ പോയി ജയിലിലൊക്കെ ഇടുകയുണ്ടായി. കാരണം അത് ബൈബിളിനെതിരെയാണെന്ന് പറയണ്ടായി. കാരണം ബൈബിളിൽ ഉരുണ്ടതാന്ന് പറയുന്നുണ്ട്. പക്ഷെ അല്ല, ബൈബിളിൽ
പരന്നതാന്ന് പറയുന്നുണ്ട്. ഉരുണ്ടതായിട്ട് എവിടെയും പറയുന്നില്ല ബൈബിളിൽ. അപ്പോൾ അതെല്ലാം ഒരു ക്രിസ്തു മതത്തിനെതിരാണെന്ന് പറഞ്ഞ് ഗലീലിയെ പോയി ജയിലിലൊക്കെ ഇടേണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു ഫണ്ടമെന്റൽ തിങ്ങിനെതിരെ ശബ്ദിക്കാൻ ആരുമില്ല. അവിടെയാണ് പ്രോബ്ലം ഇരിക്കുന്നത്. ലൈറ്റ് ബാരിയർ ഈസ് നോട്ട് ആൻ ആബ്സല്യൂട്ട് ബാരിയർ. There are particles that can travel faster than light, but we are not discovering it. അപ്പോൾ അദ്ദേഹം പറയുന്നത് ലൈറ്റിനേക്കാളും സ്പീഡായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി അധികം പാർട്ടിക്കിൾസ് ഈ ലോകത്തിലുണ്ട്. അതിലൊരെണ്ണമാണ് ടക്കിയോൺസ്. ദി നെസസിറ്റി ഓഫ് ഡിസ്കവറിങ് സച്ച് തിങ്സ് ഹാവിൻറ്റ് ആർഗ്യൂഡ് ആസ് യെറ്റ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം ബാക്കിയുള്ള പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ തന്നെ അത് ആരും മെനക്കെട്ട് കണ്ടുപിടിക്കാറില്ല. കാരണം ഐൻസ്റ്റീൻ അപ്പുറം പോകാൻ ആരും താല്പര്യപ്പെടുന്നില്ല. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അപ്പം ഒരു കണ്ടുപിടുത്തം ആവശ്യകതയാണ് ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഏറ്റവും അത്യാവശ്യ സാധനം. നമ്മൾക്കിപ്പോൾ അത് കണ്ടുപിടിച്ചേ തീരൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കും. ഇപ്പം ഐൻസ്റ്റീനെ പോലും മറന്നിട്ട് വേണമെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം. പക്ഷെ ആൾക്കാർ അതിനെ സമ്മതിച്ചില്ല. പുള്ളിയുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഒട്ടായിരുന്നില്ല. ടു പ്രൂവ് ദിസ് സുദർശൻ സജസ്റ്റ് ആൻ അനലോഗി ഓഫ് എ ഡോഗ് ചേസിങ് അസ്. അപ്പം ഇതിനു വേണ്ടി അദ്ദേഹം പറയുന്നത് ഒരു നായയുടെ പുറകെ, അല്ലെങ്കിൽ നായ നമ്മുടെ പുറകെ വരുന്ന കാര്യമാണ്. ഇഫ് എ ഡോഗ് ഈസ് ഫോളോയിങ് യു ആൻഡ് യു തിങ്ക് ദ ഡോഗ് ഈസ് നോട്ട് വെൽ ഇന്റൻഷൻഡ് ടുവേർഡ്സ് യു. ഇപ്പോൾ ഒരു നായ നമ്മുടെ പുറകെ പയ്യെ വരികയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ആ നായയുടെ പോക്കത്ര വരവ് അത്ര ശരിയല്ലല്ലോ എന്ന് നമുക്ക് തോന്നുകയാണ്. നോട്ട് വെൽ ഇന്റൻഷൻ, അവൻ്റെ ആ ഉദ്ദേശശുദ്ധി അത്ര നല്ലതല്ലല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? പയ്യെ ഒന്ന് ഓടി തുടങ്ങും, പയ്യെ ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങും. പിന്നെ അത് ഇച്ചിരി കൂടെ സ്പീഡിൽ വരുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ നല്ല സ്പീഡിൽ ഓടും. അപ്പോൾ ഇഫ് ദി ഡോഗ് അപ്രോച്ചസ് യു ഫാസ്റ്റർ then it would be very awkward and will be forced to break your maximum speed will. അപ്പം ഇവിടെ സുദർശൻ പറയുന്നത് സുദർശനെ ഒരു ഡോഗായിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ടക്കിയോൺസ് എന്ന് പറയുന്ന ഒരു ഡോഗായിട്ടാണ്. അപ്പം ഒരു മനുഷ്യൻ്റെ പുറകെ ഡോഗ് ഓടി ചെല്ലുമ്പം ഇത് മനുഷ്യൻ അങ്ങ് മാക്സിമം ജീവനും കൊണ്ട് ഓടുകയാണ് ഈ പട്ടി കടിക്കാതിരിക്കാൻ. അപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതാണ്, ദിസ് ഈസ് ദ പ്രോബ്ലം വിത്ത് അസ് ടു. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ എൻ്റെ കണ്ടുപിടുത്തം ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തവുമായിട്ട് അടുത്തെത്താൻ ബാക്കിയുള്ളവർ സമ്മതിക്കത്തില്ല. കാരണം ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചത് ലോകത്തിൽ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ഭ്രാന്തനാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഓടിക്കളയുവാണ്. ഐൻസ്റ്റീൻ്റെ ആ ഒരു തിയറി അവർ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. അപ്പം ഞാൻ കണ്ടുപിടിച്ചതൊന്നും വേസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ എത്ര ഓടിയിട്ടും ഇവർ എന്നെ അവിടെ എത്തിക്കുവാൻ, അല്ലെങ്കിൽ ആ എൻ്റെ ഡെസ്റ്റിനേഷനിൽ അവരെ എത്തിക്കുവാൻ ഇവർ നിന്ന് തയ്യാറാകുന്നില്ല. ഇവരും നല്ല സ്പീഡിൽ ഓടുവാന്നർത്ഥം. ആ ഒരു ഉപമ പോലെ അദ്ദേഹം പറയുകയാണ്, വി ഹാവിൻ കെയിം അക്രോസ് സച്ച് എ ഡോഗ്. ഈവൻ ദി ഗ്രേറ്റസ്റ്റ് സയൻറ്റിസ്റ്റ് ഐൻസ്റ്റീൻ സെഡ് ദാറ്റ് നത്തിങ് ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ദാൻ ലൈറ്റ്. സുദർശൻ denies it. Einstein made this clear statement centuries back. It was relevant then but not today. Also at that time Einstein was an old man. Obviously he has said and done many good things, but what is the problem if one thing he said goes wrong? അപ്പം പ്രശ്നം ഇത് തന്നെയാണ്, ഞാൻ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ആ ഒരു ഐൻസ്റ്റീൻ്റെ ആ ചിന്തയ്ക്കെതിരെ ആരും മറുത്തു പറയത്തില്ല. ഇപ്പോൾ ഐൻസ്റ്റീൻ റോങ് ആണെങ്കിൽ തന്നെ ആരും അത് അദ്ദേഹം കണ്ടുപിടിച്ച ആ റിലേറ്റിവിറ്റി തിയറി റോങ് ആണെന്ന് സമ്മതിക്കത്തുമില്ല. കാരണം അതൊരു വിശ്വാസമല്ല, അതൊരു ഗ്രേറ്റ് ലെജൻഡ് കണ്ടുപിടിച്ചതായതുകൊണ്ട് തന്നെ ആരും അത് തകർക്കാൻ സമ്മതിക്കത്തില്ല. വി നീഡ് നോട്ട് ഡു ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ. ഇപ്പം സുദർശൻ അതിനെ കട്ടായമായിട്ട് എതിർക്കുന്നുണ്ട്, ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തം തെറ്റാണെന്നുള്ളത്. ഇഫ് യു എന്താണ് തെറ്റുന്നത് മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ലൈറ്റിനേക്കാളും സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതാണ് ടക്കിയോൺസ് എന്ന് പറയുന്നത്. അതാണ് സുദർശൻ്റെ കണ്ടുപിടുത്തം. സോ ഇഫ് യു ആസ്ക് മീ, ഇപ്പം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോണം. So if you ask me, can anyone find particles that can travel faster than light? My answer would be yes. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ലൈറ്റിനേക്കാളും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഉണ്ട്. ഐൻസ്റ്റീൻ തെറ്റാണ് പറഞ്ഞതെന്ന് പറയും ഞാൻ, എനിക്ക് എവിടെയും മടിയില്ല എന്ന് പറയും. ടക്കിയോൺസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ടക്കിയോൺസ് എന്തിനൊക്കെ ഉപയോഗിക്കാം? ദേ ഹാവ് എ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ. വിത്ത് ടക്കിയോൺസ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഫാസ്റ്റർ. അതുപോലെ ടക്കിയോൺസ് ഉപയോഗിച്ച് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇച്ചിരിയും കൂടെ എളുപ്പത്തിൽ നന്നായിട്ട് നമുക്ക് സാധിക്കും. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ഫാസ്റ്റർ. At present we are limited by the light barrier. Once we overcome this we can communicate with another star. അപ്പം ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ടക്കിയോൺ എന്ന് പറയുന്ന അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യം, അതിൽ കൂടുതൽ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ച് നടത്തുകയാണെങ്കിൽ ഈ ടക്കിയോൺസ് വഴി നമുക്ക് അടുത്ത ഒരു സ്റ്റാറിനെ,
വേറൊരു നക്ഷത്രങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു ഗ്രഹത്തിൽ നിന്ന് അടുത്ത ഗ്രഹത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പം നാസയാണെങ്കിൽ കൂടെ സാറ്റലൈറ്റ് വഴിയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിലും അതിനൊരു ഒത്തിരി ലിമിറ്റേഷൻസ് ഇപ്പോഴും ഉണ്ട്. ചന്ദ്രനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ടക്യോൺസ് ഉണ്ടെങ്കിൽ ഇത് ലൈറ്റിനേക്കാളും സ്പീഡിൽ വേണം ട്രാവൽ ചെയ്യുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നാസയാണെങ്കിൽ ഇപ്പോൾ ഒരു സന്ദേശം അയച്ചു കഴിഞ്ഞാൽ ഒരു ഇന്ന സമയം കഴിഞ്ഞാണത്, അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ എടുക്കും ആ ഒരു സന്ദേശം ഇവിടെ എത്താൻ. കാരണം എനിക്ക് തോന്നുന്നു ലൈറ്റ് വഴി സാറ്റലൈറ്റ് വഴിയൊക്കെയാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. അപ്പം അതിനേക്കാൾ ഇപ്പോൾ ടക്യോൺസ് എന്ന് പറയുന്ന കണ്ടുപിടുത്തം ഉണ്ടെങ്കിൽ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധിക്കും. ഇഫ് വോണ്ട് മേക്ക് യൂസ് ഓഫ് ദിസ് വി മിയർ ഫ്രോക്സ് ഇൻ ദ പോണ്ട്. ഇപ്പോൾ ടക്യോൺസ് അല്ലെങ്കിൽ എൻ്റെ ഒരു കണ്ടുപിടുത്തം നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ, നമ്മളിപ്പോഴും ആ ഒരു രീതിയിൽ ലൈറ്റാണ് അൾട്ടിമേറ്റ് ഫാസ്റ്റസ്റ്റ് തിങ് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും ഫ്രോക്സ് ഇൻ ദ പോണ്ട്, കുളത്തിലെ തവളകൾ പോലെയാണ്. സെക്കൻഡ്ലി, യു ക്യാൻ ഡു തിങ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ് ക്യാൻ ട്രാവൽ. Your range of doing things get extended. It can bring in revolutionary changes in our life and economy. അപ്പം ലൈറ്റിനേക്കാളും നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ടക്യോൺസിൻ്റെ ഉപകാരം അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ, നല്ല ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു വിപ്ലവകരമായ മാറ്റം നമ്മുടെ ജീവിതത്തിലും സാമ്പത്തിക വ്യവസ്ഥയിലും ഉണ്ടാക്കുവാൻ സാധിക്കും. സാഡ്ലി മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ ടക്യോൺസ്. How do you rate the present standards of research, scientific research in India? Are you pleased with the work that is happening in our universities and institute? അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഇതെല്ലാം കാര്യം മറന്നു, ഇപ്പം കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, സയൻറ്റിഫിക് റിസർച്ച് ഇന്ത്യയിൽ എത്രമാത്രം ശാസ്ത്ര ലോകത്തിന് അല്ലെ ശാസ്ത്രത്തിന് എന്തുമാത്രം കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എന്തുമാത്രം ഇന്ത്യ ശാസ്ത്രത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, എന്തുമാത്രം ഫണ്ട് ഇതിൽ രൂപീകരിക്കുന്നുണ്ട്, അതിനൊക്കെ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും എന്തുമാത്രം സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇന്ത്യക്കാർ. എക്സെപ്റ്റ് ദ ഹൈപ്പ് വി കുഡ് ഹാർഡ്ലി സീ എനി റിസൾട്ട്സ് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഈ ഒരു ഹൈപ്പ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരു റിസൾട്ട് അതിൽ നിന്ന് വരുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിലും ഇപ്പം പലരും ആണെങ്കിലും ഇപ്പം IIM-ലും ബോംബെയിലെല്ലാം പഠിക്കുന്നവർ, സയൻറ്റിസ്റ്റ് ആഗ്രഹിക്കുന്നവർ വെളിയിൽ പോയാണ് പഠിക്കുന്നത്. ആരും ഇന്ത്യയിൽ നിന്ന് പഠിക്കുന്നില്ല, കാരണം ഇവിടെ അതിനുള്ള സജ്ജീകരണമില്ല. മോസ്റ്റ് ഓഫ് ദി സയൻറ്റിസ്റ്റ് ആർ ലോക്ക്ഡ് അപ്പ് ഇൻ ദെയർ കംഫർട്ട് സോൺ വിത്ത് നോ ഡിസയർ ടു എക്സൽ. അപ്പോൾ കൂടുതൽ തന്നെ ആളുകൾക്ക് അവരവരുടെ കംഫർട്ട് സോണിൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഒതുങ്ങി നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. അവർക്ക് ഒരു എക്സലൻറ്റ് കരിയർ ഉണ്ടാക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. കിട്ടുന്ന ശമ്പളം വെച്ച് ജീവിതമാർഗം കണ്ടെത്തുക എന്നുള്ള ഒരു എയിം മാത്രമേ ഇപ്പോഴത്തെ സയൻറ്റിസ്റ്റുകൾക്കുള്ളൂ. പ്രോഗ്രസ് ഈസ് നോട്ട് മെയ്ഡ് ബൈ റിപ്പീറ്റിംഗ് തിങ്സ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഡൺ. അപ്പം ഒരു പുരോഗമനം ഉണ്ടാകണമെങ്കിൽ തന്നെ ആരെങ്കിലും ചെയ്തു വെച്ച കാര്യത്തെ വീണ്ടും എടുത്ത് ചെയ്യുന്നതിൽ പുരോഗതി അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുന്നില്ല. കൂടുതൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്. ഡു യു തിങ്ക് ദാറ്റ് വി സ്റ്റിൽ ലാക്ക് ഫെസിലിറ്റീസ് ഫോർ ഡൂയിങ് ഡീസൻറ്റ് സയൻസ് ഇൻ ഇന്ത്യ? ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വി വിൽ ലാക്ക് എന്ന് വെച്ചാൽ ഫെസിലിറ്റി? ഇപ്പോഴും ഫെസിലിറ്റി എന്താണ്? സൗകര്യങ്ങൾ. ഇപ്പോഴും ഇന്ത്യയിൽ സയൻസിന് കൂടുതലായ സൗകര്യങ്ങൾ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ദ ഫെസിലിറ്റീസ് ബട്ട് ആറ്റിറ്റ്യൂഡ് ദാറ്റ് റിയലി മാറ്റേഴ്സ്. ഇത് ഫെസിലിറ്റിയുടെ കാര്യത്തിലല്ല, ഇപ്പോഴും നമുക്ക് ആണെങ്കിലും ഫെസിലിറ്റി ഒരുക്കാവുന്നതുള്ളൂ, അല്ലെങ്കിൽ സജ്ജീകരണങ്ങൾ ഒരുക്കാവുന്നുള്ളൂ. പക്ഷേ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലാണ് പ്രശ്നം ഇരിക്കുന്നത്. ടുഡേ മെനി പീപ്പിൾ മൈഗ്രേറ്റ് ടു ഫോറിൻ ലാൻഡ്സ് ഇൻ പർസ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ദി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ടുഡേ മെനി പീപ്പിൾ മൈഗ്രേറ്റ് ടു ഫോറിൻ ലാൻഡ്സ് ഇൻ പർസ്യൂട്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ റിസർച്ച് സയൻസിൽ ചെയ്യാനാണെങ്കിലും എല്ലാവരും ജർമ്മനിയിൽ പോയി ചെയ്യുന്നു, കാനഡയിൽ പോയി ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ. ആരും ഇവിടെ നിന്ന് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ആൻഡ് ദി എക്സ്പ്ലനേഷൻ ദേ ഗീവ് ഈസ് ദാറ്റ് ദേ ഹാവ് ബെറ്റർ ഫെസിലിറ്റീസ്. അപ്പോൾ അത്തരം കുട്ടികൾ റിസർച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെല്ലാം പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സജ്ജീകരണമില്ല, ഫെസിലിറ്റി കുറവാണെന്നുള്ള ഒരു മുടന്തൻ ന്യായമാണ് പറയുന്നത്. പക്ഷേ അബ്ദുൽ കലാമിനെ പോലുള്ളവരും CV രാമനെ പോലുള്ളവരും എല്ലാം ഇവിടെ നിന്ന് പയറ്റി വന്നവരാണ്, അല്ലേ? ഇങ്ങനെ ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് വന്നവരാണ്. അപ്പം അതൊരു ന്യായീകരണമല്ല. അപ്പം ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലാണ് പ്രോബ്ലം. ഇറ്റ് ഈസ് നോട്ട് ദ ഫെസിലിറ്റീസ് ദാറ്റ് വി ഡു ലാക്ക് ബട്ട് എ പ്രോപ്പർ സയൻറ്റിഫിക് ടെമ്പർ. സുദർശൻ സേസ് ദാറ്റ് one's does not need a library for doing science. I just walk around with my hands in my pocket. Once stricken with an idea, I just take it down on the paper. അപ്പം
ലബോറട്ടറി ഇല്ല, ലാബില്ല, ഫെസിലിറ്റി ഇല്ല എന്ന് പറയുന്നതിലല്ല കാര്യം. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നടക്കുന്ന സമയത്ത് ഐ ജസ്റ്റ് വാക്ക് അറൗണ്ട് ഇൻ മൈ ഹാൻഡ്സ് ഇൻ മൈ പോക്കറ്റ്. നമ്മൾ ചുമ്മാ ലെഷറായിട്ട് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ചിന്ത തോന്നുവാണെങ്കിൽ അപ്പം തന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഓൾസോ ഐ ഡോണ്ട് എഗ്രി വിത്ത് ദി ജനറൽ ഒപ്പീനിയൻ ദാറ്റ് സയൻസ് ഈസ് ഡൂയിങ് ഓൾ ദ റൈറ്റ് തിങ്സ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഒരു ഒപ്പീനിയൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക് ലോകം പൂർണ്ണമായിട്ടും ശരിയല്ല പറയുന്നത്. നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിരിക്കും. പക്ഷെ സയൻസ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നു. ഇപ്പൊ ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞു, ചിലപ്പോൾ നാളെ അത് പരന്നതാന്ന് പറയും. അപ്പം അത് സയൻസിൽ ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്, ഓരോ സമയത്ത് മാറിക്കൊണ്ടേയിരിക്കും. ബട്ട് ദ നമ്പർ ഓഫ് സയൻറ്റിസ്റ്റ് ടുഡേ വെൻ കമ്പയർഡ് ടു ദ ടൈംസ് ബിഫോർ ഈസ് അമേസിങ്. പക്ഷെ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ ആളുകൾ സയൻറ്റിസ്റ്റ് ആകാൻ തൽപരരായിട്ട് വരുന്നു. ദർ വെയർ നോ സയൻറ്റിസ്റ്റ് ദോസ് ഡേയ്സ്. പണ്ടത്തെ കാലത്ത്, എൻ്റെ കാലത്തൊന്നും സയൻറ്റിസ്റ്റുകൾ ഇല്ലായിരുന്നു. ദ പീപ്പിൾ ഹു ടോട്ട് us were ones who learned a little more and sometimes did not know very much more. ബട്ട് നൗ ദർ ആർ സയൻറ്റിസ്റ്റ് എവരിവെയർ. ഇപ്പം എല്ലായിടത്തും സയൻറ്റിസ്റ്റുകളുണ്ട്. ഇത് 1600 കാലത്ത്, 1960-70 കാലഘട്ടത്തായിരിക്കും പറയുന്നത്. ഓൾസോ ദ എമൗണ്ട് ഓഫ് സയൻറ്റിഫിക് റിസർച്ച് ക്യാരിഡ് ഔട്ട് ടുഡേ ഈസ് വെരി ഹൈ, ബട്ട് ഇറ്റ് കുഡ് ബി ബെറ്റർ. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ, പിള്ളേർ തന്നെയാണെങ്കിലും PhD എല്ലാം വെളിയിൽ പോയി ചെയ്യുന്നവരുണ്ട് സയൻറ്റിസ്റ്റുകൾ. ഡൽഹിയിൽ IIM എല്ലാവരും വെളിയിൽ പോയി ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണ്. ഫോർ ഇൻസ്റ്റൻസ് ദർ ആർ ബിഗ് നാഷണൽ ലബോറട്ടറീസ് which do not do anything. അതേസമയം ഇവിടെ ഒത്തിരി നാഷണൽ ലബോറട്ടറീസ് ഉണ്ട്, അവിടെ ഒന്നും ചെയ്യുന്നില്ല. Early people were satisfied with a master's degree alone, but now things have changed. They pursue PhD and even postdoctoral. There is a steady growth in the rate of doing research, but it is a very awkward growth. It is like a tumor. അപ്പം പണ്ടത്തെ ആളുകൾ ജസ്റ്റ് മാസ്റ്റേഴ്സ് ഡിഗ്രി MA മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾ അത് കഴിഞ്ഞുള്ള പഠനം, PhD അത് കഴിഞ്ഞ് PhD കഴിഞ്ഞുള്ള പോസ്റ്റ് ഡോക്ടറൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കാണെങ്കിലും കൊമേഴ്സിലാണെങ്കിലും അതിൽ ഇഷ്ടപ്പെടുന്നവരെല്ലാം ചെയ്യാറുണ്ട്. പഠിപ്പിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇതിലെല്ലാം പോകുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാവരുടെ ഇടയിലും കോമൺ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ട്യൂമർ. Our system has a lot of money for nonsense like God's particle and the like, but no funds for the universities and institutions. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം ഈ നമ്മുടെ സിസ്റ്റത്തിൻ്റെ, നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, അങ്ങനെ എന്ത് സിസ്റ്റം, ഇന്ത്യയിലെ സിസ്റ്റത്തിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഗോഡ്സ് പാർട്ടിക്കിൾ, ദൈവത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ റിലീജിയന് വേണ്ടിയാണ്, റിലീജിയസ് സ്റ്റഡീസിന് വേണ്ടിയാണ്, മതപരമായ കാര്യങ്ങൾക്കാണ് കൂടുതൽ സമയം അല്ലെങ്കിൽ കാശ് ചെലവഴിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റികൾക്കോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതുപോലെ റിസർച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ട് ഒന്നും യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്നില്ല. ഹാവ് യു കൺസിഡേർഡ്, അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഹാവ് യു കൺസിഡേർഡ് മൂവിങ് ബാക്ക് ടു കേരള? കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമുണ്ടോ? ഐ തിങ്ക് ഓഫ് ഇറ്റ് ഓഫൺ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, പക്ഷേ എനിക്ക് അതിന് സാധിക്കുന്നില്ല. നൗ പീപ്പിൾ here regards me as a guest. Once I moved back permanently, I fear they might perceive me as a pest. So I am happy as a guest. അപ്പോൾ ആൾക്കാർ, കേരളത്തിലുള്ള ആളുകൾ എന്നെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ എപ്പോഴും വെളിയിലായതുകൊണ്ട് തന്നെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ ക്ഷണിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ജീവിച്ചാൽ മതി എനിക്ക് എന്ന് പറയുകയാണ്. ഞാൻ ഇനി അവിടെ പെർമനൻ്റ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്നെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കീടാണുമായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആളുകൾക്ക്. അതുകൊണ്ട് എനിക്കൊരു എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഒരു ഗസ്റ്റ് ഒരു ചടങ്ങിന് പോകുന്ന പോലെ എനിക്ക് കേരളത്തിൽ പോകാൻ താല്പര്യമുള്ളൂ. എനിക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയാം. വാട്ട് ഈസ് യുവർ മെസ്സേജ് ഫോർ സ്റ്റുഡൻസ് ടുഡേ? അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നൗ ഐ ക്യാൻ സീ ദാറ്റ് ദ ട്രൈറ്റ് ഓഫ് ഡൂയിങ് തിങ്സ് ഔട്ട് ഓഫ് വൺസ് ഓൺ ക്യൂരിയോസിറ്റി ഓർ ഇൻട്രസ്റ്റ് ഓർ ബൈ വൺസ് ഓൺ എഫേർട്ട് ഹാവ് ഗോൺ ഫ്രം സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികളോട് എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യം ലാസ്റ്റ്, ഇന്നത്തെ കാലത്ത് എന്താണ് മെസ്സേജ് എല്ലാ ഇൻ്റർവ്യൂവിലും ഇപ്പോഴത്തെ ആളുകളോട് പറയാനുള്ളത്? അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, പണ്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ക്യൂരിയോസിറ്റി മീൻസ് ആകാംക്ഷ, ഇൻട്രസ്റ്റ്, താല്പര്യം. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതില്ല. അവർക്ക് തേടി പിടിച്ച് കണ്ടുപിടിക്കുന്നതിന് താല്പര്യമില്ല. കാരണം അവർക്കെല്ലാം അവരുടെ കൈക്കുമ്പിളിൽ എത്തും, അല്ലെങ്കിൽ വിരലിലെത്തും എന്നാണ് പറയുന്നത്. ആസ് എ റിസൾട്ട് അവർ എഡ്യൂക്കേഷൻ ഹാസ് ഗോൺ ഡൗൺ. അതിന് ബലമായിട്ട് തന്നെ വിദ്യാഭ്യാസം തകർന്നടിയാണ്. കാരണം പിള്ളേർക്കെല്ലാം കൈ എത്തും ദൂരത്ത് എല്ലാം ലഭിക്കുന്നുണ്ട്. ആരും
തേടി പിടിച്ച് പോകുന്ന ഒരവസ്ഥയില്ല. ഇപ്പോൾ ഒരു ലൈബ്രറി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണെങ്കിൽ എടുത്തോ. ഇപ്പം ഞാനിപ്പോൾ നോട്ട് എടുത്ത് എല്ലാം തരുന്നുണ്ട്, PDF തരുന്നുണ്ട്, അങ്ങനെയൊക്കെ തരുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഈ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു, ഈ ഒരു നെറ്റ്വർക്ക് ഇല്ലായിരുന്നു, ഈ ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിള്ളേർ ഇപ്പം എന്തെങ്കിലും കൂടുതൽ വായിക്കണമെങ്കിൽ തന്നെ ലൈബ്രറിയിൽ ആശ്രയിക്കണം, അല്ലെങ്കിൽ വേറെ ഇപ്പം ഇവിടെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇച്ചിരിയും കൂടെ പാലയിൽ പോയിട്ട് അവിടുത്തെ ലൈബ്രറി ഫോളോ ചെയ്യുക, അവിടുത്തെ മെമ്പർഷിപ്പ് ആവുക, അങ്ങനെ ബുക്കെല്ലാം പോയി അങ്ങനെയൊക്കെയാണ് റെഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാം ഗൂഗിളിൽ അങ്ങ് എല്ലാം ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ദൈവത്തെ ആശ്രയിക്കുകയാണ്. ആസ് എ റിസൾട്ട് അവർ എഡ്യൂക്കേഷൻ ഹാസ് ഗോൺ ഡൗൺ. Sudarshan says that while he was at MCC, I learned more than people learned for their PhD course. Also, students should be aware of their interconnectedness of things. അപ്പം പിള്ളേർ കൂടുതലായിട്ട് അറിയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അവർ ബോധവാന്മാരാവേണ്ട ഒരു കാര്യം, ഈ വസ്തുക്കൾ തമ്മിലുള്ള ആ ഒരു ബന്ധം. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക. ഇന്റർകണക്റ്റഡ്നെസ് ഓഫ് തിങ്സ്, എസ്പെഷ്യലി ദോസ് ഹു ഓപ്റ്റ് ഫിസിക്സ് ഷുഡ് റിയലൈസ് ദാറ്റ് ഫിസിക്സ് ഈസ് എ കണക്റ്റഡ് സബ്ജക്റ്റ്. പ്രത്യേകമായിട്ട് ഫിസിക്സ് എടുക്കുന്ന കുട്ടികൾ ഓർക്കണം, എല്ലാത്തിനും തമ്മിലൊരു ഇന്റർ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. ഇഫ് യു ആർ എ ഫിസിസിസ്റ്റ് യു മസ്റ്റ് നോ അബൌട്ട് ദ മെൽറ്റിംഗ് ഓഫ് ഐസ്. ഒരു ഫിസിസിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കടമ എന്ന് പറയുന്നത് ഒരു ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് ആണ്, ഐസ് ഉരുകുന്ന കാര്യമാണ്. വിച്ച് റിക്വയർസ് എ തറോലി നോളജ് ഓഫ് ദി വേരിയസ് അലോട്രോപിക് വേരിയേഷൻസ് ഓഫ് ഐസ്. സോ തിങ്സ് ആർ കണക്റ്റഡ്. അപ്പം അതിന് മുന്നേ തന്നെ ഐസിൻ്റെ അലോട്രോപ്പി എന്താണെന്ന് അറിയണം, അതിനെക്കുറിച്ചുള്ള ഐസിൻ്റെ ഡീറ്റെയിൽസ് അറിയണം, അതുപോലെ തന്നെ ഐസിൻ്റെ ടെമ്പറേച്ചർ അറിയണം, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അറിയണം. അപ്പോൾ അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞെങ്കിലേ നമുക്ക് ഈ ഒരു ഇന്റർ കണക്ഷൻ, ഇവ തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാവുള്ളൂ. ഇപ്പം ഐസ് എന്തുകൊണ്ട് ഉരുകുന്നു എന്ന് പറയുന്നതിൽ, ഐസ് ഉരുകുന്നതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രക്രിയ മാത്രമല്ല. ഇപ്പം ഐസ് അതിന് ഡിപ്പെൻഡഡ് ആയിട്ട് അതിനെ ഇന്റർ കണക്ട് ചെയ്തൊരു ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇപ്പം നമ്മൾ വെയിലത്ത് വെക്കുമ്പോഴാണ് ഐസ് ഉരുകുന്നത്. അപ്പോൾ പുറത്തുള്ള ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് ആണ് ഐസ് ഉരുകുന്നത്. ഇപ്പം അതുകൊണ്ട് ഈ ഒരു ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത്, ഫ്രീസറിൻ്റെ അകത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. അതുകൊണ്ട് ഐസ് അവിടെ ഉരുകത്തില്ല. ഇത് പുറത്ത് വെക്കുമ്പോൾ പുറത്തെ ടെമ്പറേച്ചറിനോട് ഇത് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് കാര്യം പഠിച്ചാലും. ഇന്റർ കണക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൺ സച്ച് പേഴ്സൺ വാസ് C.V. Raman. അങ്ങനെ ഒരാളായിരുന്നു C.V. Raman. ഇൻ ഓർഡർ ടു സ്റ്റഡി ദ പ്രോസസ് സ്കാറ്ററിംഗ് ഓഫ് ലൈഫ് ഹി ഹാഡ് ടു ഡു റിസർച്ച് ഇൻ എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബ്ലൂ ബട്ടർഫ്ലൈസ് ഹു ഗോട്ട് അട്രാക്റ്റഡ് ടു ബ്ലൂ ഹിബിസ്കസ് ഫ്ലവേഴ്സ്. അപ്പോൾ C.V. Ramanൻ്റെ കണ്ടുപിടുത്തങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ഭ്രാന്തൻ കണ്ടുപിടുത്തങ്ങളായിരുന്നു എന്ന് പറയാം. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പലതും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം അദ്ദേഹം കണ്ടുപിടിച്ച് ഇതിപ്പം സ്കാറ്ററിംഗ് ഓഫ് ലൈഫിൻ്റെ പല ഫോംസിനെ അദ്ദേഹം കണ്ടുപിടിക്കേണ്ടായി. പിന്നെ അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത് നേരെ മ്യൂസിക്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, മ്യൂസിക് ഇൻസ്ട്രുമെൻസിൽ പിന്നെ അദ്ദേഹം ഫിസിക്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ. എല്ലാത്തിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു C.V. Raman എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഒരു ലൈഫിൻ്റെ, ഈ ജീവൻ്റെ ഒരു സ്കാറ്ററിങ്, എങ്ങനെ ഒരു ജീവൻ അടുത്തൊരു ജീവനിലേക്ക് കണക്റ്റഡ് ആണെന്നുള്ളത് പഠനം നടത്തിയപ്പോൾ അദ്ദേഹം ബ്ലൂ ബട്ടർഫ്ലൈസ്, നീല ബട്ടർഫ്ലൈസിനെ എങ്ങനെ ഈ ഒരു നീല ഹിബിസ്കസ് ഫ്ലവേഴ്സുമായിട്ട് അട്രാക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഒരു നീല പൂമ്പാറ്റകൾ എങ്ങനെ ഒരു നീല ചെമ്പരത്തിയുടെ പോയിരിക്കുന്നു. നീല ചെമ്പരത്തി നമ്മളിവിടെ കണ്ടിട്ടില്ല, പക്ഷെ തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു എന്തുകൊണ്ടാണ് ഈ ഒരു നീല ബട്ടർഫ്ലൈകൾ നീല ചെമ്പരത്തിയിൽ അട്രാക്റ്റഡ് ആവുന്നത്, അതിനെപ്പറ്റി C.V. Raman ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അത് കളറാണോ, അതോ അതിൻ്റെ പൂക്കളുടെ ടേസ്റ്റ് കൊണ്ടാണോ, അങ്ങനെ ഹണി ഉള്ളതുകൊണ്ടാണോ, അങ്ങനെയൊക്കെയാണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത പുള്ളി ഇങ്ങനെ പോവുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നാണ് അദ്ദേഹം കളറിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അദ്ദേഹം കളറിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇത്രയേ പറഞ്ഞു വെക്കുന്നുള്ളൂ, എല്ലാത്തിനും ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. ഇത് സ്റ്റുഡൻസ് ഷുഡ് ബി അവെയർ ഓഫ് ദി ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് തിങ്സ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് വൈസ് ഹി ഓൾസോ ഡിഡ് റിസർച്ച് ഇൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അത് തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് ഒരു തിയറി അദ്ദേഹം ഉണ്ടാക്കുകയുണ്ടായി. അതിൻ്റെ തിയറി ഓഫ് വൈബ്രേറ്റിംഗ് സ്ട്രിങ്സ്. ഇപ്പോൾ വയലിൻ എടുക്കുക, സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ വയലിൻ തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ വൈബ്രേഷൻ, അതിൻ്റെ ഓരോ സ്ട്രിങ്സ് നമ്മൾ വായിക്കുമ്പോഴുള്ള വൈബ്രേഷനിൽ നിന്ന് എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം അതൊരു മേഖല. അദ്ദേഹത്തിൻ്റെ വേറൊരു മേഖലയായിരുന്നു ഫിസിക്സിലെ ലൈറ്റ്,
കളറ്, ഇപ്പം സ്കാറ്ററിങ് ഓഫ് ലൈഫ്, എങ്ങനെ ഒരു ജീവനിൽ നിന്ന് അടുത്ത ജീവനിലേക്ക് കൈമാറ്റം ചെയ്യുന്നു എന്നുള്ള ഒരു പഠനമൊക്കെ അദ്ദേഹം പല പല ഭ്രാന്തമായിട്ടുള്ള ചിന്തകളാണ്. അപ്പം ഒരു ബ്ലൂ ബട്ടർഫ്ലൈ ഗോട്ട് അട്രാക്റ്റഡ് ടു ബ്ലൂ ഹിബിസ്കസ് ഫ്ലവർ, ഒരു നീല ചിത്രശലഭം പോയി നീല ചെമ്പരത്തി പോയി ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഉള്ളത് അദ്ദേഹം പഠിക്കുകയുണ്ടായി, അതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളത്. അപ്പം അത്രയും നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടാവണം, ക്യൂരിയോസിറ്റി ഉണ്ടാവണം. എന്ന് വെച്ചാൽ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, താല്പര്യം, അല്ലെങ്കിൽ എല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ തേടി പോകണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ്, നമ്മളിവിടെ പറയുകയുണ്ടായി, ഇൻസ്പയർഡ് എൻക്വയറി, നമ്മളൊരു എൻക്വയറി എല്ലാത്തിലും നടത്തണം. നമ്മളെ തേടി ഒന്നും വരത്തില്ല, നമ്മളെല്ലാം തേടി കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പുള്ളിയുടെ മെസ്സേജ്. സോ ദിസ് സെയിം സെൻസ് ഓഫ് ഇൻസ്പയർഡ് എൻക്വയറി നീഡ്സ് ടു ബി ബ്രോട്ട് ഇൻ ടു ദ ഓണേഴ്സ് ക്ലാസ്. അപ്പോൾ ഈ ഒരു സെൻസ് ഓഫ് ഇൻസ്പയർഡ് എൻക്വയറി, നമ്മൾ എൻക്വയറി എല്ലാം തേടി കണ്ടുപിടിക്കുക, ആ ഒരു സെൻസ്, ആ ഒരു അവബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സയൻറ്റിഫിക് വേൾഡിൽ അല്ലെങ്കിൽ സയൻസിൽ സയൻറ്റിസ്റ്റ് ആവുക എന്നുള്ളതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റുന്നത് ആ ഒരു സെൻസ് ഓഫ് ഇൻസ്പയർഡ് ഇൻക്വയറി, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കാൻ സാധിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇത്രയും ഓർക്കുക, നമുക്ക് തേടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യം നമ്മൾ പഠിക്കുകയുണ്ടായി. ഒന്നാമതായിട്ട് ലൈഫ് ഇൻ റോച്ചസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, ലൈഫ് ഇൻ റോച്ചസ്റ്റർ, പിന്നെ സെറ്റിൽ ഇൻ ദ USA, അത് കഴിഞ്ഞ അവിടുത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്രയും സില്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, നമ്മൾ ചോദിക്കില്ല എന്ന് കരുതിയ സാധനങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ നൊബേൽ പ്രൈസ്, അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കേണ്ട ആവശ്യമില്ല. പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ടക്കിയോൺസിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ആപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതൊന്ന് ഓർത്തിരിക്കുക, ഇവിടെ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇവിടെ ഫെസിലിറ്റി ഇല്ല എന്ന് പറയുന്നതിനോട് എന്താ പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഫെസിലിറ്റിയൊക്കെ എല്ലാം ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ് ഇഷ്ടമല്ലാത്തത്. അവർ പറയുന്ന ഒരു മുടന്തൻ ന്യായം എന്ന് പറയുന്നത് ഇവിടെ ഫെസിലിറ്റി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഫോറിനിൽ പോകുന്നത്, ആ ഒരു കാര്യം ഓർക്കുക. പിന്നെ ഇപ്പോഴത്തെ കാലത്തെ സ്റ്റുഡൻസിനോട് പറയാനുള്ള കാര്യം, നമ്മൾ സെൻസ് ഓഫ് ഇൻസ്പയർഡ് എൻക്വയറിയാണ്. എൻക്വയറി എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, എല്ലാം അന്വേഷിച്ച് പോവുക, അതാണ് നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് തിങ് എന്ന് പറയുന്നത്. പിന്നെ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് തിങ്സ്, അത് എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാം തമ്മിലൊരു കണക്റ്റഡ്നെസ് ഉണ്ട്, ഒരു ബന്ധമുണ്ടെന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഈ മെൽറ്റിംഗ് ഓഫ് ഐസ് പറയാം, പിന്നെ CV രാമനെ എക്സാമ്പിളായിട്ട് കാണിക്കാം, പിന്നെ പ്രോസസ് ഓഫ് സ്കാറ്ററിങ് ഓഫ് ലൈഫ് ഇൻ ബ്ലൂ ബട്ടർഫ്ലൈസ് ആൻഡ് ബ്ലൂ ഹിബിസ്കസ് ഫ്ലവേഴ്സ് പറയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത CV രാമൻ്റെ കണ്ടുപിടുത്തം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലുള്ള അദ്ദേഹത്തിൻ്റെ വൈബ്രേറ്റിംഗ് തിയറി, അതൊക്കെ പറയാം. താങ്ക് യു.